നമസ്കാരം. പ്രധാന വാർത്തകൾ. വീഡിയോ കോളിലൂടെ അശ്ലീല ചേഷ്ട. പഞ്ചാബിൽ മന്ത്രിക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണം. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബൽക്കർ സിംഗിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണം. ജോലിക്കായി സമീപിച്ച 21-കാരിയെ വീഡിയോ കോളിലൂടെ അശ്ലീല ചേഷ്ടകൾ കാണിച്ചുവെന്നാണ് മന്ത്രിക്കെതിരെയുള്ള ആരോപണം. BJP യുവനേതാവ് തജിന്ദർ ഭാഗ സമൂഹമാധ്യമമായ എക്സിൽ ബൽക്കർ സിംഗിൻ്റേതെന്ന് ആരോപിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് വിവാദമുയരുന്നത്. ബൽക്കർ സിംഗിനെതിരെ നടപടിയെടുക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനോടും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോടും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി ദുബൈയിൽ നിര്യാതനായി. ദുബൈയിൽ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായിരുന്ന പ്രവാസി മലയാളി നിര്യാതനായി. തിരുവനന്തപുരം തോന്നയ്ക്കൽ വേങ്ങാട് സ്വദേശി ഷമീജ മൻസിൽ AV താജുദ്ദീനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായിരുന്ന താജുദ്ദീൻ ഒരാഴ്ചയായി ദുബായിലെ റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദുബായിൽ സ്വകാര്യ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു താജുദ്ദീൻ. അറബിക്കടലിൽ ഭൂചലനം, സുനാമിക്ക് സാധ്യതയില്ലെന്ന് വിദഗ്ധർ. അറബിക്കടലിൽ ശക്തമായ ഭൂചലനം. ഇന്ത്യൻ സമയം രാത്രി 8:56 ഭൂചലനമുണ്ടായതായി ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു. മാലിദ്വീപിന്റെയും ലക്ഷദ്വീപിന്റെയും ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയായാണ് പ്രഭവ കേന്ദ്രം. ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രവും സ്വകാര്യ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം മാലിദ്വീപിൽ നിന്നും 216 കിലോമീറ്റർ അകലെയാണ് ഭൂചലനമുണ്ടായതെന്ന് ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭൂചലന നിരീക്ഷകർ പറയുന്നു. മാലിദ്വീപിലെ 7 നഗരങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സുനാമിക്ക് സാധ്യതയുള്ള തലത്തിലെ തീവ്രതയില്ലെന്നാണ് സ്വകാര്യ നിരീക്ഷണ കേന്ദ്രം മെഡ്ബീറ്റ് വെതർ അറിയിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ പോലീസിന് കേസെടുക്കാം, ഹൈക്കോടതിയിൽ ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കേരള പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം. വഞ്ചന കുറ്റം, ഗൂഢാലോചന ഉൾപ്പെടെ 5 കുറ്റങ്ങൾ നിലനിൽക്കുന്ന അടക്കം ചൂണ്ടിക്കാട്ടി 2 തവണ DGPക്ക് കത്ത് നൽകിയിരുന്നുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കി. ED പരിശോധിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. ഗൂഢാലോചന, വഞ്ചന, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേരള പോലീസിന്റെ പരിധിയിൽ വരുന്നവയിൽ കേസെടുക്കാമെന്നുമാണ് ED ഹൈക്കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം തെറ്റെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ 133.82 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നുവെന്നാണ് സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കുന്നത്. ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ പാർട്ടി. DYSP സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP MG സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നടപടി ഉടനുണ്ടാകുമെന്നാണ് സൂചന. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സാബു. പാർട്ടിയിൽ പങ്കെടുത്ത 2 പോലീസുകാർക്ക് നേരത്തെ തന്നെ സസ്പെൻഷൻ ലഭിച്ചിരുന്നു. ഒരു CPOയെയും പോലീസ് ഡ്രൈവറെയുമാണ് ആലപ്പുഴ SP സസ്പെൻഡ് ചെയ്തത്. മൂന്നാമതൊരു പോലീസുകാരൻ കൂടി പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം വിജിലൻസിൽ നിന്നുള്ള ആളാണ്. ഇദ്ദേഹത്തെയും അല്പസമയം മുമ്പ് സസ്പെൻഡ് ചെയ്തു. തമ്മനം ഫൈസലിന്റെ അങ്കമാലിയുള്ള വീട്ടിൽ നടന്ന പാർട്ടിയിലാണ് MG സാബുവും 3 ഗുണ്ടകളും പങ്കെടുത്തത്. ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള റെയ്ഡിന്റെ ഭാഗമായി ഫൈസലിന്റെ വീട്ടിലെത്തിയ അങ്കമാലി SIയും സംഘവും പോലീസുകാരെ കണ്ടതോടെയാണ് സംഭവം വെളിച്ചത്താകുന്നത്. എന്നാൽ പാർട്ടി വിവരം വിവാദമായതോടെ പരസ്പരം പഴിചാരുന്ന നിലപാടാണ് DYSPയും പോലീസുകാരും എടുത്തത്. വിരുന്നിന് കൊണ്ടുപോയത് DYSP ആണെന്ന് പോലീസുകാരും തിരിച്ച് പോലീസുകാരാണ് തന്നെ കൊണ്ടുപോയതെന്ന് DYSPയും ആരോപിക്കുകയായിരുന്നു.